ജസീറയുടെ ദോഹയുടെ ബ്യൂറോ ചീഫ് അല്പം മുമ്പ് ട്വീറ്റ് ചെയ്തത് ഈ കഴിഞ്ഞ ഈദ് ഹോളിഡേയ്സ് ഈ വ്യാഴം വെള്ളി ശനി ഞായർ ഈ 4 ദിവസങ്ങളിൽ ടെലഫോണുകൾ നിരന്തരം ശബ്ദിച്ചു എന്ന്. അതായത് ഇറാൻ്റെ പവർ സപ്ലൈക്ക് ആക്രമിക്കുക, ഇറാനെ ഇരുട്ടിലാക്കുക. എന്നാൽ എന്താണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഗൾഫ് കൺട്രീസിന് അറിയാം. അതായത് എസ്കലേഷനെ മറ്റൊരു പടിയിലേക്ക് കയറുകയാണ്. ഇതുവരെ എസ്കലേഷൻ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇത് മറ്റൊരു പടിയിലേക്ക് കയറുകയാണ്. അത് ഇതുവരെ കണ്ട ഒരു ഫ്രണ്ട്ലി ഗെയിം ഒന്നും ആയിരിക്കില്ല. അതായത് ഖത്തറിലേക്കും യു എയിലേക്കും സൗദിയിലേക്കൊക്കെ ഓരോ മിസൈൽ അയക്കുക, ഡ്രോൺ അയക്കുക, അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക. അതൊരു ദീപാവലി പോലെ അവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതല്ല ഇനി വരാൻ പോകുന്നതെന്ന് GCC രാജ്യങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഡിപ്ലോമാറ്റുകൾ അതിശക്തമായി രംഗത്തിറങ്ങുകയും ഈ ട്രംപിൻ്റെ ഈ നീക്കം തടയണം എന്ന് GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമാറ്റുകൾ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്ന ട്രൂത്ത് സോഷ്യലിൽ നിന്ന് ട്രംപിൻ്റെ ട്വീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിശക്തമായ നയതന്ത്ര നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. കളി നിർത്ത് എന്ന് തന്നെ ആരോ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിശക്തമായൊരു സമ്മർദ്ദം GCC രാജ്യങ്ങൾ വന്ന് ട്രംപിൻ്റെ മേലുണ്ടായിട്ടുണ്ട്. ഇതിനർത്ഥം 5 ദിവസത്തെ പോസ്റ്റേ പറഞ്ഞിട്ടുള്ളൂ. ഈ യുദ്ധം തുടരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. 5 ദിവസം ഇനി എന്താണ് ആരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? ന്യൂക്ലിയർ നെഗോഷിയേഷന് വിളിച്ചിരുത്തിയിട്ട് ബാക്കിയിൽ നിന്ന് വന്ന് അവരുടെ നേതാവിനെ കൊന്ന ഒരു രാജ്യത്തിൻ്റെ തലവനുമായിട്ടാണ് ഇനിയുള്ള ടോക്സ് നടക്കാൻ പോകുന്നത്. ആ ടോക്സ് നടക്കുമ്പോൾ ഇറാൻ്റെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ എന്താ പറഞ്ഞത്? ഈ യുദ്ധം നിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് എന്നവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം ഞങ്ങൾ നിർത്തുന്നില്ല, യുദ്ധം 2, 3, 4, 5 ആഴ്ച നീളും എന്ന് ട്രംപും നെതന്യാഹുവും പറയുമ്പോൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങളല്ല തുടങ്ങിയത്, ഞങ്ങളിപ്പോൾ നിർത്തുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനി നിർത്തണമെങ്കിൽ അതിന് ഞങ്ങൾക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട്. ആ ഡിമാൻഡ്സ് എന്താണ്? ഇനി മേലാൽ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ പാടില്ല. ഒരുപാട് ഡിമാൻഡ്സ്, ഒന്നും രണ്ടൊന്നും അല്ല. US-ൻ്റെ സകല ബേസുകൾ അടച്ചുപൂട്ടണം. ഈ ഡിമാൻഡ്സ് ട്രംപ് അംഗീകരിക്കുമോ? കോമ്പൻസേഷൻ. ഞങ്ങളുടെ പവർ പ്ലാന്റ് ആക്രമിച്ചാൽ അത് റീബിൽഡ് ചെയ്യാതെ ഞങ്ങൾ ഹോർമുസ് തുറക്കില്ല എന്നാണ് ഇന്നലെ ഇയാളെന്ന് പറഞ്ഞത്, സൈനിക വക്താവ് എന്ന് പറഞ്ഞത്. അങ്ങനെ ചുമ്മാ പോയിട്ട് ഇനി വെടിനിർത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ലേ യുദ്ധം നിൽക്കും. ഈ 5 ദിവസത്തെ പോസ്റ്റ് ശരി, ഇനി ആ ടോക്സ് എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്കറിയില്ല. കാരണം ട്രംപാണ് മധ്യസ്ഥ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് പോയി ആക്രമിക്കുന്ന ആളാണ്. അയാളോട് എന്ത് ചർച്ച ചെയ്യാനാണ്? ആ ചർച്ച ചെയ്യാനെന്നുള്ള ചോദ്യം ഇറാൻ ചോദിക്കും. കാരണം വെച്ചാൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അവർക്ക് മാത്രമാണ് വിശ്വാസം നഷ്ടപ്പെട്ടത്. ഇത് ട്രംപിൻ്റെ ഈ മാട്ട്മാൻ തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ഡിപ്ലോമസി ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന പോലെ ഈ ട്രംപ് ഡിപ്ലോമസി എന്ന് പറയുന്നത് മാട്ട്മാൻ തിയറിയാണ്. എന്തും എപ്പോഴും ചെയ്യും, എന്താണ് ചെയ്യാൻ പോയതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഡിപ്ലോമസി കൊണ്ട് താരിഫ് അടിക്കുന്നു, ഇറാൻ ആക്രമിക്കുന്നു, മദുറോയെ അറസ്റ്റ് ചെയ്ത് അമേരിക്ക കൊണ്ടുപോകുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യം പുറത്തുള്ള മറ്റു രാജ്യങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പുണ്ട്, ശത്രു രാജ്യങ്ങളോടും സുഹൃത്ത് രാജ്യങ്ങളോടും. അമേരിക്കയുടെ സുഹൃത്ത് രാജ്യമായിരിക്കുന്നതും പ്രശ്നമാണെന്ന് കിസിഞ്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊരു ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായി എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കുന്നൊരു സ്റ്റാൻഡേർഡുണ്ട്. ട്രംപിൻ്റെ കാലത്ത് അതില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അമേരിക്കയുടെ എല്ലാ ഇൻവേഷനിലും കൂടുന്ന ആൾക്കാരാണ് നാറ്റോ. ഈ യുദ്ധത്തിൽ നാറ്റോ എവിടെയാണ്? നാറ്റോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഉണ്ട്, തുർക്കി പോലും ഉണ്ട്, ജർമ്മനി ഉണ്ട്, UK ഉണ്ട്. ഇവരൊക്കെ എവിടെയാണ് യുദ്ധത്തിൽ? അവരുടെ പൊസിഷൻ എന്താണ്? ജപ്പാൻ എവിടെയാണ്? ഈ രാജ്യങ്ങളിലേക്ക് പൊസിഷൻ എന്താണ് യുദ്ധത്തിൽ? അമേരിക്ക ഇത്രത്തോളം സൈനികമായി ഒറ്റപ്പെട്ട, നയതന്ത്രപരമായി ഒറ്റപ്പെട്ട ഒരു ചരിത്രം അമേരിക്കൻ ചരിത്രത്തിലില്ല. അതായത് അമേരിക്ക ഇൻ്റർനാഷണൽ പ്ലെയറായി വന്നതിന് ശേഷം, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുപോലെ സൈനികമായും നയതന്ത്രമായും അമേരിക്ക ഒറ്റപ്പെട്ട ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. നാറ്റോ രാജ്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, ഇവിടെ വന്ന് യുദ്ധക്കപ്പലിടാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അതായത് അമേരിക്ക പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഇറാൻ അറ്റാക്കിൻ്റെ ഒരു പരിണിത ഫലം. രണ്ടാമത്തെ കാര്യം, അമേരിക്കയെ എന്ത് വിശ്വാസത്തിൽ ഇനി ഡീൽ ചെയ്യും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ട്രംപ് ഇന്ന് വരും, നാളെ പോകും, ചിലപ്പോൾ നാളെ മാറും. അതിൻ്റെ ഒരു അമേരിക്ക എന്നൊരു രാജ്യത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഭരണകൂടം, ആ ഭരണകൂടത്തോട് ഡീൽ ചെയ്യണമല്ലോ. അപ്പോൾ ഈ ട്രംപ് ഉണ്ടാക്കി വെച്ചൊരു പ്രീസിഡൻസ് ഇനിയുള്ള ഭരണകൂടങ്ങൾ തുടർന്നാൽ എങ്ങനെ അമേരിക്കയുമായി ഡീൽ ചെയ്യും മറ്റു രാജ്യങ്ങൾ? അപ്പോൾ അമേരിക്കയുടെ മേലുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ആർക്ക് വേണ്ടി? ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി. അത് തന്നെ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ കുഴപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് യുദ്ധം നിന്നു കഴിഞ്ഞാൽ, ഇനി അങ്ങനെ യുദ്ധം ഒരു 5 ദിവസം അല്ലെങ്കിൽ 10, 15 ദിവസം നിന്നു എന്ന് വയ്ക്കുക, യുദ്ധം അവസാനിച്ചു എന്നല്ല, പോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും അമേരിക്കയിൽ മറ്റേ പ്രശ്നം. ഇതിനിടയ്ക്ക് എപ്സ്റ്റീൻ ഫയലിലെ കുറേ സാധനങ്ങൾ റിട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടു, പ്രസിദ്ധീകരിച്ചൊക്കെ പിൻവലിച്ചു എന്നും കേട്ടു. എപ്സ്റ്റീൻ ഫയലോടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ എന്തിന് നമ്മൾ ചുമക്കണമെന്ന ചോദ്യം വീണ്ടും അതിശക്തമായി ഉയർന്നു വരികയാണ്. അത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പൂർണ്ണ വിരാമമാണ്, ഇറാൻ്റെ മേലുള്ള ആക്രമണത്തിൻ്റെ പൂർണ്ണ വിരാമമാണെന്ന് കരുതാൻ വയ്യ. ഏത് സമയത്തും ആക്രമിച്ച്
ആളുകളുടെ ശ്രദ്ധ തിരിക്കാനോ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനോ അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇത് വീണ്ടും തുടരാനാണ് സാധ്യത. യെസ്, അപ്പോൾ